കൃഷ്ണനെതിരെ കള്ളനെന്നും ദുഷ്ടനെന്നും കള്ളപ്രചാരണം നടത്തിയതുപോലെ തനിക്കെതിരെ ബംഗാൾ മുഖ്യമന്ത്രി കള്ളപ്രചാരണം നടത്തിയെന്ന് ബംഗാൾ ഗവർണർ സി.വി. ആനന്ദബോസ്. ബാലഗോകുലത്തിന്റെ 49ാമത് സംസ്ഥാന വാർഷിക സമ്മേളനത്തിന്റെ പൊതുസഭയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മൺമറഞ്ഞുപോയ പൈതൃകം വീണ്ടെടുക്കാൻ കഴിഞ്ഞാൽ ഭാരതവും ഒപ്പം ലോകവും രക്ഷപ്പെടുമെന്നും ഭാരതം കുട്ടികളെ ആദരിക്കുന്ന നാടാണെന്നും അദ്ദേഹം പറഞ്ഞു. ബാലഗോകുലം സംസ്ഥാന വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പൊതുസഭ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബാലഗോകുലം സംസ്ഥാന അധ്യക്ഷൻ ആർ പ്രസന്നകുമാർ അധ്യക്ഷത വഹിച്ചു. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ എം.പി. ലിജിൻ രാജ് മുഖ്യപ്രഭാഷണം നടത്തി. ഒരു പഴയ ബാലഗോകുലം പ്രവർത്തകൻ എന്ന രീതിയിൽ വളരെ പണ്ട് കാലത്ത് ചെറുപ്പത്തിൽ ബാലഗോകുലത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ ഞാൻ ബാലഗോകുലത്തിൽ പ്രവർത്തിക്കുന്ന കാലത്ത് ഉറിയടിയിൽ പൊട്ടാത്ത ഓരോ കലവുമാണ് എന്നെ ഓരോ വർഷവും ശ്രീകൃഷ്ണ ജയന്തിയിൽ പങ്കെടുക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചിട്ടുള്ളത്. പല പ്രതിസന്ധികളിലൂടെയും കടന്നുപോയ ആളാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. പാരിജാതത്തിന്റെ കഥ പോലെയാണ് ഗവർണർ ജോലി. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എല്ലാവർക്കും എപ്പോഴും ഇഷ്ടപ്പെടണമെന്നില്ല. നമ്മുടെ രാജ്യം ലോകത്തിന്റെ നെറുകയിൽ എത്തി നിൽക്കുന്ന സമയമാണിതെന്നും ഭാരതം എന്ന രഥം ഛിന്ന ഭിന്നമാകാതിരിക്കുന്നതിന് കാരണം നരേന്ദ്രൻ എന്ന തേരാളി നയിക്കുന്നത് കൊണ്ടാണെന്നും ബംഗാൾ ഗവർണർ സി.വി. ആനന്ദബോസ് പറഞ്ഞു. ഇന്ന് ഭാരതം ലോകത്തിന്റെ നെറുകയിൽ എത്തി നിൽക്കുന്ന സമയമാണ്. ഇന്ന് ഭാരതം എന്ന രഥം പൊട്ടിത്തെറിച്ച് ഛിന്ന ഭിന്നമാകുന്നില്ലെങ്കിൽ അതിന്റെ സാരഥിയായി നൃപേന്ദ്രന് പകരം ഒരു നരേന്ദ്രനുണ്ട് എന്നുള്ളതാണ്. ബാലഗോകുലം സംസ്ഥാന പൊതുകാര്യദർശി കെ.എൻ. സജികുമാർ വാർഷിക പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്വാഗത സംഘം ജനറൽ കൺവീനർ അരുൺ മോഹൻ, മേഖലാ കാര്യദർശി അനൂപ് കുമാർ ഇടപ്പാവൂർ എന്നിവർ സംസാരിച്ചു. ബാലഗോകുലത്തിലെ വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച വിദ്യാർത്ഥികൾക്ക് ബംഗാൾ ഗവർണർ ചടങ്ങിൽ പുരസ്കാരവും പ്രഖ്യാപിച്ചു. ജനം, പത്തനംതിട്ട.